ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും സരയും കൂടി നടക്കാനിറങ്ങുകയാണ്. ആ സമയത്ത് സരയുവിൻ്റെ കണ്ണ് വിക്രം വരുന്നുണ്ടോ എന്ന് തന്നെയാണ്. അപ്പോൾ ചുറ്റുപാടിങ്ങനെ നോക്കുകയാണ് വിക്രം വരുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ ദേ കല്യാണി ഒത്തിരിയൊന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല കിരണേട്ടാ, ഞാൻ ഒത്തിരിയൊന്നും നടക്കുന്നില്ലെന്നേ. ദേ ചുമ്മാ നമ്മൾ നടക്കാൻ ഇറങ്ങിയതല്ലേ, കുറേ നാളായില്ല ഇങ്ങനെ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, മുഷിഞ്ഞു മടുത്തു എന്നൊക്കെ ഇങ്ങനെ കല്യാണിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരിക. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ എങ്കിലേ നിങ്ങൾ നടക്ക്, ഞാനൊന്ന് പോയി വർക്കൗട്ട് ചെയ്യട്ടെ എന്നിങ്ങനെ പറയുക. അങ്ങനെ നമ്മുടെ കിരണാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് കുറച്ച് മാറി നിന്ന് അവിടെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ വർക്കൗട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ സരയും ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നടക്കുക, കല്യാണമാണെങ്കിൽ ഫ്രണ്ടിൽ നടക്കുക. അപ്പോൾ സരിവാണെങ്കിൽ ദേവയ്ക്ക് ഈ വിക്രം വരുന്നില്ലല്ലോ, ഇതെന്താ വിക്രം വരാത്തത്, മനുഷ്യനാണ് ടെൻഷനാവുന്നു. ഈ കല്യാണം ഇല്ലാത്ത ഒരിത് മതിയായിരുന്നു. കല്യാണം ഇല്ലെങ്കിൽ ഞാൻ കിരണോടൊപ്പം നടക്കുന്ന ആ ഒരു സീൻ എന്ത് രസമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സീൻ ആലോചിക്കുക. അപ്പോൾ ഈ സരയും ഈ നമ്മുടെ കിരണും കൂടി ഒപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ സരയു ഇങ്ങനെ പറയാം, കിരണേ ഞാൻ മടുത്തു കിരണേ, എനിക്കിനി വയ്യ കിരണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു വീഴാൻ പോകുന്നതും അങ്ങനെ കിരൺ വട്ടം പിടിക്കുന്നതും അങ്ങനെതായ ചില കാര്യങ്ങളെല്ലാം നമ്മുടെ സരയു അവിടെ ഒരു നിമിഷം ആലോചിക്കുകയാണ്. അതാലോചിച്ച് പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ കല്യാണി തിരിഞ്ഞു നോക്കുകയാണ്. കല്യാണി തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും സരയോ എന്താ അവിടെ നിൽക്കുന്നത്, സരയു എന്തെങ്കിലും ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്ക് ഒന്നുമില്ല കല്യാണി, ദേ ഒരാളുടെ സാഹസങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കല്യാണി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കിരണ് പുഷപ്പടിക്കുക. അപ്പോൾ പുഷപ്പ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കല്യാണി പറയണം, ഇനി 100 പുഷപ്പ് എടുക്കും കണ്ടോ, 100 പുഷപ്പ് എടുത്തതിന് ശേഷം നിർത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്ന് വരികയാണ്. അപ്പോഴാണ് അതാ വരുന്നു ബൈക്കിൽ 2 പേര്, മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മുഖം വ്യക്തമായിട്ട് കാണുന്നുമില്ല. അപ്പോൾ നമ്മുടെ സരി വിചാരിച്ച് ആദ്യം വിക്രമാണെന്ന്, പിന്നെ അടുത്തോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ വിക്രം അല്ല, അപ്പോൾ വിക്രം ഇട്ട് വേറെ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് തന്നെയാണ് ഈ രണ്ട് ആൾക്കാർ വരുന്നത്. അപ്പോൾ നമ്മുടെ കിരണും ഇത് കാണുകയാണ്. അപ്പോൾ കിരണാണെങ്കിൽ ഈ പുഷപ്പടി അങ്ങോട്ട് നിർത്തുക. പുഷപ്പടി നിർത്തി ഇവരെ തന്നെ നിരീക്ഷിക്കുകയാണ്. ഇതിപ്പോൾ കല്യാണി എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു പേടി നമ്മുടെ കിരണിൻ്റെ മനസ്സിനകത്തുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. കല്യാണിയുടെ തൊട്ടടുത്ത് കൂടി പാസ് ചെയ്തു പോകണം. പക്ഷേ അവർ വെറും നടത്തക്കാരായിരുന്നു. അങ്ങനെ നമ്മുടെ കിരണാണെങ്കിൽ ഓടി ചെല്ലുകയാണ്. കല്യാണി ദേ ഇപ്പം രണ്ടാവന്മാർ പോയില്ലേ, സൂക്ഷിക്കണം, ഒരാൾ പരോളിനിറങ്ങിയിട്ടുണ്ട്, വിക്രമ പറഞ്ഞയച്ച ആൾക്കാരാണോ എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല കല്യാണി. എന്താ കിരണേട്ട ഇത്, നടക്കാനായിട്ട് കുറേ പേര് ഇറങ്ങൂലേ, ഇതൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവരെയൊക്കെ പേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എൻ്റെ കിരണേട്ടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമേ അതൊന്നും പറയാനായിട്ട് പറ്റില്ല കല്യാണി, നമ്മൾ സൂക്ഷിച്ചേ മതിയാവുള്ളൂ, ഇനി ഒരുപാടൊന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കിരണേട്ടൻ്റെ ഒരു പേടി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കല്യാണിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അപ്പോൾ മെസ്സേജ് എടുത്തിങ്ങനെ നോക്കുക. മെസ്സേജ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ താരാൻ്റെ ആണല്ലോ മെസ്സേജ് അയച്ചത് എന്നിങ്ങനെ പറയാൻ കല്യാണി. ഇത് കേട്ട സരയോ ആകെ കണ്ണും പിടിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കിരണാണെങ്കിൽ എന്താ താരാൻ്റെ മെസ്സേജ് അയച്ചത് എന്നിങ്ങനെ ചോദിക്കുക. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം നോക്കി കഴിഞ്ഞപ്പോഴേക്കും മോളെ സൂക്ഷിക്കണം കേട്ടോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ താര മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദേ ഇത് കണ്ടോ കിരണേട്ടാ, സൂക്ഷിക്കണം മോളെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോഴേക്കും കിരണാണെങ്കിൽ അയ്യോ പാവം താരയാൻറ്റി, നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര ടെൻഷനുണ്ട്, ആ വിക്രം പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും താരയാൻറ്റിക്ക് സങ്കടം. അപ്പോൾ നമ്മുടെ സരയു ആണെങ്കിൽ ദേഷ്യം കൊണ്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. ഇപ്പം താര കൺമുന്നിലുണ്ടെങ്കിലൊക്കെ വലിച്ചു കീറാനുള്ള ദേഷ്യമൊക്കെ നമ്മുടെ സരയുവിനുണ്ട്. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ സരനോട് ചോദിക്കണം, എന്താ താരയാൻറ്റി ഓക്കെ ആണോ, താരയാൻറ്റി സന്തോഷവതിയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും സര പറയണം ഇല്ല കിരണ, അമ്മ ഓക്കെ അല്ല എന്നിങ്ങനെ പറയുമ്പോൾ കല്യാണം ചോദിക്കണമെങ്കിൽ എന്ത് പറ്റി, താരയാൻറ്റിക്ക് എന്താ സംഭവിച്ചത്, അല്ല നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വിക്രം പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ, അതിനെക്കുറിച്ച് ഓർത്തും കല്യാണിയെക്കുറിച്ച് ഓർത്തൊക്കെ ഭയങ്കര സങ്കടമുണ്ട്, പറയാറുണ്ട് കല്യാണിയെ ഒന്ന് കാണണമെന്നൊക്കെ. അമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുക, അതുകൊണ്ടായി പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട കല്യാണിയാണെങ്കിൽ അത് ശരിയാ, താരയാൻറ്റിയെ കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വയ്യാതിരിക്കുകയല്ലേ, എങ്ങനെയാ താരയാൻറ്റിയെ വന്ന് കാണുന്നത് ഏതൊക്കെ കല്യാണി പറയാണ്.
അപ്പോഴേക്കും നമ്മുടെ സരയുവാണെങ്കിൽ അതെല്ലാം പോട്ടെ, ഇപ്പം ഞാൻ വന്നപ്പോൾ കൂടി പറഞ്ഞതാണ് കല്യാണോട് സൂക്ഷിക്കാൻ പറയാനായിട്ട് എന്ന്. ഏതായാലും അമ്മ മെസ്സേജ് അയച്ചല്ലോ, കല്യാണോട് ഇത്രയും മാത്രം സ്നേഹം ഉണ്ടല്ലോ എന്ന് സരയു ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അവർ അവിടെ നിൽക്കണ്ടായെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ താരയെ കാണിക്കുകയാണ്. താരയാണെങ്കിൽ ഈ സരയു പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. എൻ്റെ മുറച്ചെറുക്കനാണ്, അവനെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ കല്യാണി ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ സരയു പരക്കം മാഞ്ഞ് ഓടി നേരെ വീട്ടിലേക്ക് എത്തുക. സരയുവിൻ്റെ ആ ഒരു വരവ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ താര പേടിച്ചു പോയി. അങ്ങനെ സരയുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും താര അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. നിങ്ങൾ മെസ്സേജ് അഴക്കും അല്ലേ, അവൾ സൂക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അഴക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് മെസ്സേജ് അയച്ചായിരുന്നോ? ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അവൾക്ക് മെസ്സേജ് അയച്ചായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഇത് കേട്ട താരയാണെങ്കിൽ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് തല അങ്ങനെ ആട്ടുകയാണ്. പക്ഷേ നമ്മുടെ താരയുടെ ഈ മുടിക്ക് കയറി കുത്തിപ്പിടിക്കുകയാണ് സരയു. ഒരു ഭ്രാന്തിയെ പോലെ കാണിച്ചു കൂട്ടുകയാണ് സരയു. നിങ്ങൾക്ക് വലുത് അവൾ തന്നെയാണല്ലേ. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ഈ രഹസ്യങ്ങൾ ആരെങ്കിലോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളുടെ കൊച്ചുമോളും പിന്നെ നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടാകൂല, ഞങ്ങൾ തീർന്നു കളയുന്നു. എന്നിട്ട് പോലും ഞങ്ങളുടെ വാക്ക് പോലും കേൾക്കാതെ നിങ്ങൾ ആ കല്യാണിക്ക് വേണ്ടി കൊട പിടിച്ചല്ലേ, അപ്പോൾ കല്യാണിയാണ് നിങ്ങൾക്ക് വലുതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ താരിങ്ങനെ സംസാരിക്കുകയാണ്. കല്യാണി ഒരു പാവമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ കല്യാണി പാവമല്ലേ എന്നല്ലേ? അപ്പം ഞാൻ പാവമല്ലേ? ഞാൻ ദുഷ്ടത്തിയാണോ? ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മുറച്ചെറുക്കനെയാണ്. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, കല്യാണി വന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതം തകർന്നതെന്ന്. ഞാനും കിരണും കല്യാണം കഴിക്കാനിരുന്നേച്ച ആൾക്കാരല്ലേ. കല്യാണി വന്നപ്പോൾ അതെല്ലാം തകർന്നു, എൻ്റെ ജീവിതം താറുമാറായി പോയി. അതിനെ തുടർന്ന് ഞാൻ പറഞ്ഞതാണല്ലോ എൻ്റെ ജീവിതം എങ്ങനെയാണ് പോയതെന്ന്. ആ മനോഹർ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കിരണെ തന്നെ കല്യാണം കഴിച്ചാനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ താരയാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ നിൽക്കേണ്ടത് എൻ്റെ കൂടെയാണ്, അല്ലാതെ കല്യാണിയുടെ കൂടെ അല്ല നിങ്ങൾ നിൽക്കേണ്ടത്. ഞാൻ എത്ര പ്രാവശ്യം ഇത് പറഞ്ഞെന്നു, എന്നിട്ട് ഉടനെ തന്നെ മെസ്സേജ് അവളെ സംരക്ഷിക്കാൻ വേണ്ടി. നിങ്ങൾ ഞാനായിട്ടാണ് രക്തബന്ധം, അല്ലാതെ ഇന്നലെ കണ്ട അവളുമായിട്ടല്ല. അപ്പോൾ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇനി മേലാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കല്യാണി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മകളായ ഞാൻ. ഇതിൽ രണ്ടിൽ ആര് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു അങ്ങോട്ട്. എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് സരിയ അവിടുന്ന് പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. അപ്പോൾ പ്രകാശനാണെങ്കിൽ ഭയങ്കര ആവശ്യതയായിട്ട് ആടി നേരെ വീട്ടിലേക്ക് കയറി വരിക. അപ്പോൾ കാദംബരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കാദംബരി ആണെങ്കിൽ അച്ഛനെ കണ്ടിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അങ്ങനെ പ്രകാശൻ കയറി വന്ന് ആ ഒരു സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്ന് പോവാണ്. അച്ഛനിത് എവിടെയായിരുന്നു അച്ഛാ? എത്ര പ്രാവശ്യം ഞങ്ങൾ അച്ഛനെ വിളിച്ചു, എന്നിട്ട് എന്താ അച്ഛൻ ഫോൺ എടുക്കാത്തത്? അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്ന പോലും ഇല്ലല്ലോ. എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ഒന്നുമില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ നേരെ അകത്തേക്ക് കയറി അകത്തെ സെറ്റിൽ അങ്ങനെ ഇരിക്കുക. അപ്പോൾ കല്യാണിയും കാർത്തിയൊക്കെ വരികയാണ്. അപ്പോൾ കാർത്തി ചോദിക്കുകയാണ്, അച്ഛൻ എന്താ പറ്റിയത്? അച്ഛൻ വല്ലാതിരിക്കുന്നുണ്ടല്ലോ, അച്ഛൻ എന്താ സംഭവിച്ചത്? ഇന്നലെ എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാദംബരി ചോദിക്കുക, അച്ഛൻ്റെ മകനില്ലേ, അച്ഛൻ്റെ മകൻ ഇപ്പോൾ പരോളിന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ അച്ഛൻ്റെ മകൻ്റെ ഒപ്പം ആയിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മക്കളെ നിങ്ങൾ 3 പേരും ഓക്കെ ആണല്ലോ അല്ലേ? നിങ്ങൾ 3 പേരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, സമാധാനേ. ഞങ്ങൾ 3 പേരും ഉണ്ട്. അച്ഛൻ്റെ ഒരു മകൻ പുറത്താണല്ലോ, ആ മകൻ്റെ ഒപ്പം ആയിരുന്നോ ഇന്നലെ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് കാദംബരിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മുടെ പ്രകാശം പറയുകയാണ്. അതെ, ഞാൻ ഇന്നലെ അവൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയാ. ഇത് കേട്ട ബാക്കി എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോൾ കല്യാണി ചോദിക്കണം, എന്താ ഈ പറയുന്നത്? വിക്രത്തിൻ്റെ കൂടെയായിരുന്നു ഇത്. എന്താ അച്ഛന് സംഭവിച്ചത്? അച്ഛൻ എന്തിനാ അവൻ്റെ കൂടെ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രകാശം പറയാണ്, മക്കളെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്നുമില്ലല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം എന്നിങ്ങനെ പ്രകാശൻ ഭയങ്കര വെപ്രാളത്തോടു കൂടി തന്നെ പറയാം. ഇത് കേട്ട് കാദംബരിയാണെങ്കിൽ, എന്തിനാച്ചാ ഞങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോവാ? അവൻ്റെ മുന്നിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാനായിരിക്കും അല്ലേ? ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണം അച്ഛാ. ആയിക്കോട്ടെ അച്ഛാ. അപ്പോൾ
അച്ഛൻ്റെ തനി സ്വഭാവം പുറത്തു വന്നല്ലേ അച്ഛൻ അപ്പം ഞങ്ങളെ കൊല്ലാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുവാണല്ലേ ഞങ്ങൾക്ക് മനസ്സിലായ അച്ഛാ. ഇത് കേട്ട് കല്യാണിയാണെങ്കിൽ നിർത്ത് ചേച്ചി നിർത്ത്. അച്ഛൻ എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട്. അച്ഛൻ എന്താ പറയുന്നത് നോക്കട്ടെ. അപ്പോഴേക്കും പ്രകാശൻ വേറൊന്നും പറയുന്നില്ല. നിങ്ങൾ 3 പേരും കൂടി എൻ്റെ കൂടെ ഒരിടം വരെ വരണമെന്നും പറയാ. അപ്പോൾ നമ്മുടെ കാർത്തികൻ ചോദിക്കുകയാണ്, എന്താച്ചാ എന്താ കാര്യമെന്ന് പറ, അച്ഛൻ ഞങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? കാദംബരി വീണ്ടും, അച്ഛൻ വേറൊന്നുമല്ല നമ്മളെ കൊല്ലാൻ കൊണ്ടുപോവുക, കണ്ടില്ലേ ഇന്നലെ മുഴുവനും മകൻ്റെ ഒപ്പം ആയിരുന്നെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്താണ്. ഇത് കേട്ട കല്യാണിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക ചേച്ചി. അങ്ങനെ അച്ഛൻ്റെ സ്വഭാവം ഒന്നും മാറാനായിട്ട് പോകുന്നില്ല. അങ്ങനെ മാറണമെങ്കിൽ മാറട്ടേന്നേ, നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകണമെങ്കിൽ കൊല്ലാൻ കൊണ്ടുപോകട്ടെ. അച്ഛൻ എങ്ങോട്ടാ വിളിക്കണമെന്ന് അറിയണമല്ലോ. അതേ മക്കളെ, എൻ്റെ കൂടെ ഒന്ന് വരണം നിങ്ങൾ, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ കാർത്തിക പറയണേ, കല്യാണിക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല. അത് അച്ഛൻ അറിയാവുന്ന കാര്യം തന്നെയല്ലേ മക്കളെ. അറിയാം, എനിക്ക് അറിയാം കല്യാണിക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പം എൻ്റെ കൂടെ വന്നേ മതിയാവുള്ളൂ എന്ന് പ്രകാശൻ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മളെ കല്യാണി, എനിക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അച്ഛൻ എങ്ങോട്ടാണ് നമ്മളെ വിളിക്കുന്നതെന്ന് അറിയണമല്ലോ. കല്യാണി വേണ്ട കല്യാണി, ഇത് ചതിയാണ്, അച്ഛൻ നമ്മളെ ചതിക്കും. അതുകൊണ്ട് നമുക്ക് പോകേണ്ട കല്യാണി, വാ ചേച്ചി നമുക്ക് എന്താണെന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ 3 പേരും നേരെ വണ്ടിയിലോട്ട് കയറുകയാണ്. വണ്ടിയിലേക്ക് കയറി ഈ പ്രകാശനാണെങ്കിൽ ഒരു വീടിൻ്റെ മുന്നിൽ, അതായത് വിക്രം താമസിച്ച ആ വീടിൻ്റെ മുന്നിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഈ വണ്ടി. അപ്പോൾ കല്യാണി ചോദിക്കണം, അച്ഛാ ഇവിടെ എന്താ അച്ഛാ, ഇവിടെ എന്താ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രകാശൻ ഒന്നും മിട്ടുന്നില്ല. പ്രകാശനാണെങ്കിൽ വിറച്ച് വല്ലാത്തൊരു അവസ്ഥ നിൽക്കുക. അപ്പോൾ കാദംബരി ആണെങ്കിൽ, അച്ഛാ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നാണ് അച്ഛാ. എന്താ അച്ഛാ ഇവിടെ, ആരാണ് അച്ഛാ ഇവിടെ, വിക്രമാണോ? പറ അച്ഛാ, വിക്രമിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ടുകൊടുക്കാൻ വേണ്ടി വന്നാണോ എന്ന് ചോദിക്കുകയാണ്. മക്കളെ നിങ്ങൾ ഇറങ്ങ് മക്കളെ എന്ന് പറഞ്ഞപ്പോഴേക്കും കല്യാണി പറയാണ്, ശരി ഞങ്ങൾ ഇറങ്ങാം. അപ്പോൾ കല്യാണിയോട് നമ്മുടെ കാദംബരി പറയുന്നുണ്ട്, വേണ്ട ഇറങ്ങണ്ട കല്യാണി, അച്ഛൻ നമ്മൾ ചതിക്കും, ഉറപ്പായിട്ടും അവൻ്റെ കൺമുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി തന്നെയാണ് പോയിരിക്കുന്നത്, അതുകൊണ്ട് വേണ്ട കല്യാണി എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് പേടിയാണോ? എങ്കിലൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോ, എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ കൊല്ലാൻ കൊണ്ടുവരട്ടേന്നേ. അച്ഛനെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, ആ സ്നേഹത്തിന് പ്രതിഫലമായിട്ട് അച്ഛൻ നമ്മളെ കൊല്ലുകയാണെങ്കിൽ അങ്ങോട്ട് കൊല്ലട്ടെ, അതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്ന് ആ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കാദംബരി ആണെങ്കിൽ, എങ്കിൽ പിന്നെ നമുക്കും ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ പ്രകാശനാണെങ്കിൽ ആ ഒരു സിറ്റ് ഔട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുക. സിറ്റ് ഔട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും, എന്താച്ചാ എന്തിനാ ഞങ്ങളിവിടെ കൊണ്ടുവന്നതെന്ന് പറ, എന്തിനു വേണ്ടി, അവൻ ഇവിടെ ഉണ്ടോ ആ വിക്രം, എന്തിനാ അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെ ചതി ചെയ്യുന്നത്, അച്ഛൻ ഞങ്ങളെ ചതിക്കുകയാണോ? ഇത് കേട്ട് നമ്മുടെ പ്രകാശനാണെങ്കിൽ, മക്കളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ നിങ്ങളെ ചതിക്കുമെന്ന്? ഒരിക്കലുമില്ല, അച്ഛനെന്തിനാണ് നിങ്ങളെ ചതിക്കുന്നത്? ഞങ്ങൾ എൻ്റെ പൊന്നു മക്കളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക്, പിന്നെ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നത്? പറയാം, ഒരു കാരണമുണ്ട്, നിങ്ങളാദ്യം അകത്തേക്ക് വാ, അതിനുശേഷം പറയാം. അങ്ങനെ പ്രകാശൻ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കാദംബരിക്കാണെങ്കിൽ ഭയങ്കര പേടിയാ. അപ്പോൾ നമ്മുടെ കാദംബരി പറയണ, വേണ്ട കല്യാണി പോകണ്ട കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ചേച്ചി നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വരണ്ട എന്ന്. അപ്പോൾ ഞാൻ ഏതായാലും പോവാണ്. അപ്പോൾ നമ്മുടെ കാർത്തികയാണെങ്കിൽ, വേണ്ട അങ്ങനെ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരും. എങ്കിൽ കാദംബരി ചേച്ചി കാറിൻ്റെ ഉള്ളിൽ ഇരുന്നോ, ചേച്ചിക്ക് പേടിയാണെങ്കിൽ ചേച്ചി വരണ്ട, എന്താണെങ്കിലും അത് സഹിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. അച്ഛൻ കൊല്ലാനാണ് കൊണ്ടുപോകണമെങ്കിൽ കൊല്ലാൻ കൊണ്ടുപോയിക്കോട്ടെ, വിക്രമിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാനാണെങ്കിൽ അതും ആയിക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല, എനിക്ക് പേടിയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ കാദംബരി, ഇനിയിപ്പോൾ ഞാൻ മാത്രമായിട്ട് എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും കൂടി നേരെ അകത്തേക്ക് കയറി ചെല്ലുക. അങ്ങനെ പ്രകാശൻ നടന്ന് ഒരു ബാൽക്കണിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് ഇവർ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ ഈ വിക്രമാണെങ്കിൽ കയറി കെട്ടിത്തൂങ്ങി ഇങ്ങനെ ആടുകയാണ്. ഇത് കണ്ട കല്യാണി വായപത്ത് നിൽക്കുകയാണ്. നമ്മുടെ കാദംബരിക്ക് നോക്കാൻ പറ്റിയ ശക്തിയില്ല. അതേപോലെ തന്നെ ഈ കാർത്തികയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചൊരവസ്ഥയിൽ, എന്താച്ചാ ഇത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ ആങ്ങളെയാണ് ആ കെട്ടിത്തൂങ്ങി ആടുന്നത്, ഞാൻ സ്നേഹിച്ച് പുന്നാരിച്ച് വഷളാക്കിയ എൻ്റെ മകൻ വിക്രമാദിത്യ രാജാവ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശിൻ്റെ കണ്ണുകളൊക്കെ നിറയണം, സൗണ്ടൊക്കെ ഇടറിങ്ങനെ നിൽക്കുകയാണ്. അവൻ കെട്ടിത്തൂങ്ങി ആടുന്നു. ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കിനി ഒരു ദുരന്തവും ഇല്ല,
ദേ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ ഇവനെ ആരാ കൊന്നേന്നറിയണ്ടേ? ഞാൻ തന്നെ എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് അവനെ ഞാൻ കൊന്നത്. ഇവനെ ഞാൻ ആദ്യം ഒരു കമ്പി എടുത്തിട്ട് തലക്കിട്ട് ഒറ്റ അടി അടിച്ചു. ആ അടിയുടെ ആഘാതത്തിലെ അവൻ നേരെ താഴത്തേക്ക് വീണു. അങ്ങനെ ബോധം കെട്ടുപോയി. അങ്ങനെ ഞാൻ അവന് വേണ്ടി കാവലിരുന്നു, അവൻ മരിക്കോ എന്ന് അറിയാനായിട്ട്. അവൻ മരിച്ചില്ലെങ്കിൽ പ്രശ്നമാവില്ലേ? അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ കാവലിരുന്നു. അവൻ മരിച്ചെന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവനെ ദേ ഈ ബാൽക്കണിയിൽ കെട്ടിത്തൂക്കി മക്കളെ. ഇനി നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. അവൻ തീർന്നു മക്കളെ എന്ന് പറയുമ്പോൾ അച്ഛാ എന്തച്ഛ ഈ കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ഈ 3 മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ പ്രകാശം പറയാണ്, ശത്രു സംഹാരമാണ് ഇപ്പം കഴിഞ്ഞത്. തീർക്കണ്ടേ അവനെ? നമ്മളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ആരായാലും തീർക്കണ്ടേ എന്ന് പ്രകാശം പറയാണ്. മക്കളെല്ലാവരും പൊട്ടിക്കരയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.